യൂറോപ്പിലെ മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എല്ലാ മുതിർന്ന പുരുഷന്മാർക്കും വലിയ തോതിലുള്ള സൈനിക പരിശീലനം ഒരുക്കുന്നതിനുള്ള പദ്ധതി തന്റെ സർക്കാർ നടത്തുന്നുണ്ടെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് അറിയിച്ചു. എല്ലാ ഭീഷണികളെയും നേരിടാൻ പര്യാപ്തമായ ഒരു കരുതൽ സേനയെ സൃഷ്ടിക്കുന്നതിന് ഈ സൈനിക പരിശീലനം സഹായിക്കുമെന്ന് ടസ്ക് രാജ്യത്തെ പാർലമെന്റിന്റെ അധോസഭയായ സെജ്മിനോട് പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. നാറ്റോയുടെ കിഴക്കൻ ഭാഗത്തായാണ് പോളണ്ട് സ്ഥിതി ചെയ്യുന്നത്. യുക്രൈനിലെ യുദ്ധത്തിൽ വളരെയധികം ആശങ്കാകുലരായ ഒരു രാജ്യം കൂടിയാണ് പോളണ്ട്. യുദ്ധത്തിൽ യുക്രൈൻ പരാജയപ്പെട്ടാൽ 19ാം നൂറ്റാണ്ടിലെ ശീതയുദ്ധകാലത്ത് തങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന പോളണ്ട് പോലുള്ള രാജ്യങ്ങളിലേക്ക് റഷ്യ വീണ്ടും കൈ കടത്തുമോ എന്ന ഭയമാണ് ഇപ്പോൾ പോളണ്ടിനുള്ളത്. പോളണ്ടിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ദി കൺസർവേറ്റീവ് ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ തലവനായ ജെറോസ്ലോ കാസിൻസ്കി പുരുഷന്മാർക്ക് സൈനിക പരിശീലനം നൽകുന്നതിനൊപ്പം സമൂഹത്തിൽ ഒരു മാനസിക മാറ്റവും ആവശ്യമാണെന്ന് എടുത്തു പറഞ്ഞു. നമുക്ക് ധീരമായ ധാർമ്മികതയിലേക്കും പുരുഷന്മാർ പട്ടാളക്കാരാകണമെന്ന വസ്തുതയിലേക്കും ഒരു തിരിച്ചുവരവ് വേണമെന്നും കാസിൻസ്കി കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ നിന്ന് സൈനിക സഹായവും രഹസ്യാന്വേഷണവും തടഞ്ഞുവെക്കുകയും റഷ്യയുടെ നിലപാടിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലേക്ക് അമേരിക്ക നിലപാട് മാറ്റിയതോടെ പോളണ്ടിലും യൂറോപ്പിന്റെ മിക്ക ഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക വർദ്ധിക്കുകയാണ് ഉണ്ടായത്. യുദ്ധത്തിൽ യുക്രൈൻ തോൽക്കുകയോ സമാധാനം, യുദ്ധവിരാമം അല്ലെങ്കിൽ കീഴടങ്ങൽ എന്നീ വ്യവസ്ഥകൾ അംഗീകരിക്കുകയോ ചെയ്താൽ അത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുകയും വ്ളാഡിമിർ പുടിന് യുക്രൈനു മേൽ നിയന്ത്രണം നേടുന്നത് എളുപ്പമാക്കുകയും ചെയ്താൽ പിന്നെ പോളണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തുമെന്നതിൽ സംശയമില്ലെന്നും ടസ്ക് പറഞ്ഞു. അതേസമയം പോളിഷ് ഭരണഘടനയിൽ ഒരു ഭേദഗതി പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നതായി പ്രസിഡന്റ് ആൻഡ്രജ് ഡുഡ പറഞ്ഞു. ഇത് രാജ്യത്തെ പ്രതിവർഷം GDP-യുടെ 4% പ്രതിരോധത്തിനായി ചെലവഴിക്കാൻ സഹായിക്കും. നാറ്റോയുടെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ 1% എന്ന നിലയിൽ പ്രതിരോധത്തിനായി ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ് പോളണ്ട്. ഈ വർഷം GDP-യുടെ 4% അധികമാണ് ചെലവഴിച്ചത്. അതുമാത്രമല്ല 2027 ആകുമ്പോഴേക്കും 1,00,000 വാളണ്ടിയർമാർക്ക് പരിശീലനം നൽകുകയെന്ന ലക്ഷ്യത്തോടെ അടുത്ത വർഷം മുതൽ സന്നദ്ധ സൈനിക പരിശീലനം നൽകുന്നതിനായി ഒരു പുതിയ പരിപാടി ആരംഭിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് അറിയിച്ചു. താല്പര്യമുള്ള എല്ലാവർക്കും 2026-നകം അത്തരം പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2027-ൽ പ്രതിവർഷം 1,00,000 വോളണ്ടിയർമാരെ പരിശീലിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾ കൈവരിക്കും. പ്രൊഫഷണൽ സൈന്യത്തിനും ടെറിട്ടോറിയൽ ഡിഫൻസ് ഫോഴ്സിനും പുറമെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു റിസർവിസ്റ്റ് സേനയെ നിർമ്മിക്കണം. അത് നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ സഹായിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ തയ്യാറെടുക്കുന്നതിനിടെ എല്ലാ മുതിർന്ന പുരുഷന്മാർക്കും സൈനിക പരിശീലനം നൽകുന്നതിനെ സർക്കാർ പിന്തുണയ്ക്കുകയാണിപ്പോൾ. 3 വർഷം മുൻപ് അയൽ രാജ്യമായ യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശത്തെ തുടർന്ന് പോളണ്ട് ഇപ്പോൾ മറ്റേതൊരു നാറ്റോ അംഗത്തെക്കാളും GDP-യുടെ അനുപാതം പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല സൈനിക പരിശീലനത്തിനിടെ ഹെവി ഗുഡ്സ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള സാധ്യതയും സർക്കാർ വിശകലനം ചെയ്യുമെന്ന് ടസ്ക് അറിയിച്ചു. യുദ്ധമുണ്ടായാൽ ഇത് ഉപയോഗപ്രദമാകും. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഇത് ജീവിതത്തിലും ഉപയോഗപ്രദമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേക പ്രൊഫഷണൽ ഗ്രൂപ്പുകൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. സർക്കാർ അംഗങ്ങളും ഉദ്യോഗസ്ഥരും സ്വമേധയാ പരിശീലനം നേടുമെന്ന് മന്ത്രിമാരോട് പറഞ്ഞതായും പൂർണ്ണമായ ധാരണയോടെയാണ് ഇത് നടക്കുകയെന്നും ടസ്ക് പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ പറയുകയുണ്ടായി. ഭാവിയിലെ റഷ്യൻ ആക്രമണത്തിനെതിരെ പ്രതിരോധം എന്ന നിലയിൽ പോളിഷ് പ്രദേശത്തേക്ക് ആണവായുധങ്ങൾ കൈമാറാൻ പോളണ്ട് പ്രസിഡന്റ് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ നിലവിൽ വെറുതെയിരിക്കുന്ന റഷ്യക്ക് പോളണ്ടിന്റെ ഈ നീക്കം ഒരു പ്രകോപനമായേക്കും. പടിഞ്ഞാറൻ യൂറോപ്പിലോ അമേരിക്കയിലോ സൂക്ഷിച്ചിരിക്കുന്ന അമേരിക്കൻ ആണവ പോർമുലകൾ പോളണ്ടിലേക്ക് വീണ്ടും വിന്യസിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കഴിയുമെന്നും പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രജ് ഡുഡ പറഞ്ഞു. അതിനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ ആയുധങ്ങൾ ഇതിനകം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ സുരക്ഷിതമാകുമെന്നും താൻ കരുതുന്നതായി ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഡുഡ പറയുകയുണ്ടായി. 2022-ൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടത്തിന് മുന്നിൽ പരാജയപ്പെട്ട ഒരു ആണവ പങ്കിടൽ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഡുഡയുള്ളത്. അമേരിക്കൻ ആണവായുധങ്ങൾ എവിടെ വിന്യസിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ട്രംപാണെന്നും ഡുഡ പറഞ്ഞു.
പോളണ്ടിന്റെ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ കൂടിയായ ഡുഡ ഫ്രാൻസിന്റെ ആണവ സുരക്ഷ നീട്ടാനുള്ള പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ആശയത്തിൽ രാജ്യത്തിന് സംരക്ഷണം ലഭിക്കുമെന്ന പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന്റെ ആശയത്തോട് യോജിക്കുന്നുമുണ്ട്. പക്ഷെ പോളണ്ടിന് സ്വന്തമായി ആണവായുധ ശേഖരം വികസിപ്പിക്കാമെന്ന ടസ്കിന്റെ നിർദ്ദേശത്തെ ഡുഡ തള്ളുകയാണ് ഉണ്ടായത്. നമുക്ക് സ്വന്തമായി ആണവശേഷി കൈവരിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കുമെന്ന് ഞാൻ കരുതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിൽ ഇടം കോലിട്ട പല യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധം അവസാനിച്ചാൽ ചിലപ്പോൾ വെള്ളം കുടിക്കുമെന്നുള്ളതിനുള്ള ഒരു തെളിവാണ് പോളണ്ടിന്റെ കാര്യം. യുദ്ധത്തിൽ റഷ്യ ജയിക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് പലരും ഇനി പേടിക്കാനിരിക്കുന്നേയുള്ളൂ. പലരും തയ്യാറെടുപ്പുകളൊക്കെ നടത്തി തുടങ്ങി രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലുമാണ് ഇപ്പോഴുള്ളത്.